ഇന്റർനെറ്റിലെ ഏറ്റവും പുതിയ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ശനിയാഴ്ച പൂട്ടിപ്പിച്ചതായി സ്ഥാപകൻ അഭിജിത് ദീപ്കെ അവകാശപ്പെട്ടു. ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഏകാധിപത്യപരമായാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർച്ചയായ നീക്കം ചെയ്യലുകളുടെയും ഹാക്കിംഗ് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആക്ഷേപഹാസ്യ ഡിജിറ്റൽ സംഘടനയായ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നടപടി സ്വീകരിച്ചതായി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും നിലവിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സ്വകാര്യ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ അവകാശപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലെ വ്യവസ്ഥാപരമായ പരാജയങ്ങളുടെയും 2026 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട വെള്ളിയാഴ്ച സംഘടനാ പ്രചാരണം ആരംഭിച്ചിരുന്നു. പിന്നീട് തനിക്ക് വധഭീഷണി ലഭിക്കുകയുണ്ടായെന്ന് ദീപ്കെ അവകാശപ്പെടുന്നു. ഭീഷണി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. യുവാക്കളുടെ ശബ്ദത്തെയും ഓൺലൈൻ അഭിപ്രായ പ്രകടനങ്ങളെയും അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ദീപ്കെ ആരോപിച്ചു. സർക്കാർ എന്തിനാണ് പാർട്ടികളെ ഇത്രയധികം ഭയപ്പെടുന്നതെന്നും ഈ ഏകാധിപത്യ പെരുമാറ്റം ഇന്ത്യയിലെ യുവാക്കളുടെ കണ്ണു തുറപ്പിക്കുകയാണെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറയുന്നു. തങ്ങൾ ചെയ്ത ഏക കുറ്റം മെച്ചപ്പെട്ടൊരു ഭാവിക്ക് വേണ്ടി ശബ്ദമുയർത്തിയെന്നതാണെന്നും എന്നാൽ തങ്ങളെ അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ദീപ്കെ കൂട്ടിച്ചേർത്തു. തങ്ങൾ പുതിയൊരു ഓൺലൈൻ ഇടത്തിനായി പ്രവർത്തിക്കുകയാണെന്നും പാർട്ടികൾ ഒരിക്കലും ചാകില്ല എന്നും അദ്ദേഹം കുറിച്ചു. ഈ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ അതിവേഗം വൈറലാവുകയും ഓൺലൈൻ പ്രതിഷേധത്തിന് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.